Good morning, my dear students, and we can go to the next class of business management. And in the previous class we have studied about the barriers of communication, and we have studied what are the important barriers of communication. And what do you mean by barriers of communication? Barriers of communication is the hindrances in the process of communication, that is barriers of communication. And we have seen 5 important types of barriers of communication. Okay, there are physical barrier, psychological, semantic, likewise organizational and cultural barriers you have studied, and some important kinds of barriers under each heading or under these 5 heads we have studied in the previous class. And now we are going to the next topic, that is how we can overcome the barriers of communication. How we can overcome, and we have identified what are the important barriers, and now we have to see, or we have to analyze how these barriers can be overcome. And this is the topic today, overcoming the barriers of communication. And as you students, നമ്മൾ ആ ബാരിയേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യാമെന്ന് വെച്ചാലല്ലേ. അതായത് നമ്മൾ ഫിസിക്കൽ ബാരിയർ പഠിച്ചപ്പോൾ വി ഹാവ് സീൻ ദാറ്റ് നോയ്സ് ഇസ് എ ഹിൻഡ്രൻസ്. നോയ്സ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഹിൻഡ്രൻസ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ്, എസ്പെഷ്യലി ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. സോ ദെൻ ഹൗ വി ക്യാൻ ഓവർകം സച്ച് എ സിറ്റുവേഷൻ? നോയ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ക്യാൻ ബി പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ, അല്ലേ. ആൻഡ് ലൈക്ക്വൈസ് ദ ടെക്നോളജിക്കൽ ഡിഫക്ട്സ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ടെക്നോളജിക്കൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട, നമുക്കറിയാം ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ടെക്നിക്കലി നിങ്ങൾ തന്നെ പറയുന്നു എത്രത്തോളം നെറ്റ് ഇഷ്യൂസ് നിങ്ങൾക്ക് പ്രശ്നമാകുന്നു, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക? ആസ് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല നെറ്റ് അവൈലബിലിറ്റി, അല്ലേ, നല്ല ബ്രോഡ്ബാൻഡ് അവൈലബിലിറ്റി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ശ്രദ്ധിക്കുകയാണ്, അല്ലേ. സോ അതുപോലെ നമ്മളിപ്പോൾ ഈ പഠിച്ച ഹിൻഡ്രൻസുകൾ, പഠിച്ച ബാരിയേഴ്സ് ഒന്നൊന്നായിട്ട് നോക്കിക്കൊണ്ട്, ഒന്നൊന്നായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണോ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ ഒരു 7 എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പഠിച്ചിരുന്നു. 7 പ്രധാനപ്പെട്ട എലമെൻറ്റുകൾ, അല്ലേ. ഈ ഓരോ എലമെൻറ്റുകളും ഫ്രം ദ sender to the receiver and while giving his feedback, ഇതിലൊക്കെ കാര്യമായിട്ടുള്ള ശ്രദ്ധകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കമ്മ്യൂണിക്കേഷൻ നടത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സെൻഡർ അത് എൻകോഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട്, പ്രോപ്പറായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, സിംബൽസ് യൂസ് ചെയ്ത്, പ്രോപ്പർ മെത്തേഡ്, പ്രോപ്പർ ട്രാൻസ്മിഷൻ ചാനൽ സെലക്ട് ചെയ്തുകൊണ്ട്, അല്ലേ. എപ്പോഴും ചാനൽ ഷുഡ് ബി സെലക്റ്റഡ്, ദ റൈറ്റ് ചാനൽ ഷുഡ് ബി സെലക്റ്റഡ്, അതർവൈസ് ദ കമ്മ്യൂണിക്കേഷൻ വിൽ നോട്ട് ബി പ്രോപ്പർലി ട്രാൻസ്മിറ്റഡ്, അല്ലേ. പലപ്പോഴും നമ്മൾ എടുക്കുന്ന ചാനൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും നമ്മൾ വളരെയധികം എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഡീകോഡിങ്, റിസീവറെ സംബന്ധിച്ചിടത്തോളം റിസീവർ അത് റിസീവ് ചെയ്യുന്ന സമയത്തും അത് ഡീകോഡ് ചെയ്യുന്ന സമയത്തും തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ചോദിക്കാവുന്നതാണ്, ആരോട് ചോദിക്കാവുന്നതാണ്, സെൻറ്ററിനോട് തന്നെ. അത് ചോദിക്കുന്നതിൻ്റെ ഒരു വിഷമം ഒഴിവാക്കി കഴിഞ്ഞാൽ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ്റേതായിട്ടുള്ള എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സോ ഹിയർ നമുക്ക് എങ്ങനെയാണ് ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാം എന്നുള്ളത് കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് അതാണ് ഈ ടോപ്പിക്കിലെ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് നമ്മൾ ഈ കാണുന്നത്. അതിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റിംഗ് അപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗോൾസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഓർ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ബി ടേക്കൺ for overcoming these barriers. That is, you should have a goal or you should have an objective for communicating
these messages or communicating these informations ആ ഒരു കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവോട് കൂടി ചെയ്താലാണ് അതെന്താവുള്ളൂ കറക്റ്റ് ആവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ തന്നെ ആ ഒരു സ്റ്റെപ്സ് പഠിച്ചപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഒബ്ജക്റ്റീവ്സ് വേണം, ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ ഒബ്ജക്റ്റീവ്സ് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. ആരാണിത് കേൾക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യുന്നത്? കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഇല്ലാതെ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അതില്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് പ്രോപ്പർ ചാനൽ. പ്രോപ്പർ ചാനൽ ഷുഡ് ബി യൂസ്ഡ്. പ്രോപ്പറായിട്ടുള്ള ചാനൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. നേരത്തെ പറഞ്ഞു, നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള അറ്റ് ദി സെയിം ടൈം നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും നമ്മൾ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് അയാൾ യൂസ് ചെയ്യുന്ന ആ ഒരു മീഡിയമാണ് അല്ലെങ്കിൽ ആ ഒരു ചാനലാണ്, സോ ഐ ആം ഓൾസോ യൂസിങ്. അതൊരിക്കലും അങ്ങനെയുള്ളൊരു ഇത് പാടില്ല. നമ്മൾ എടുക്കുന്ന ട്രാൻസ്മിഷൻ ചാനൽ ഷുഡ് ബി ദ മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ ചാനൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലാരിറ്റി ഷുഡ് ബി ദർ. ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ആ മെസ്സേജിനെ എത്രത്തോളം ക്ലിയർ ആക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റണം, അല്ലേ? അതായത് ക്ലിയർ ആക്കുന്നത് എങ്ങനെയാണ്? ആവുന്നത്ര നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യുക, സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ഹിൻഡ്രൻസസ് പഠിച്ചപ്പോൾ ഒരു ടെക്നിക്കൽ ജാർഗൺ എന്ന് പറയുന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്തിരുന്നു അവിടെ. ടെക്നിക്കൽ ജാർഗൺ. ആൻഡ് വാട്ട് ഈസ് ടെക്നിക്കൽ ജാർഗൺ? These are technical terms that may not be understood by the common people and can be understood only by the technical people, and those technical words or sentences or expressions are known as technical jargons, and these technical jargons should be avoided as far as possible. As at the same time we can use simple language, brief language, and all these will make our message a clear message without any confusions വരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സാങ്ക്ടിറ്റി തന്നെ എന്ത് ചെയ്യപ്പെടുന്നത്, നഷ്ടപ്പെട്ട് പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ദ നെക്സ്റ്റ് വൺ ഈസ് അക്കോർഡിംഗ് ടു നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം. നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതായിരിക്കണം. വെറുതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇറ്റ് ഷുഡ് ബി ദ മെയിൻ എയിം ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് either the employees or the sender or the receiver, anything. And the next one is use of proper language. Languages should be properly used. നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് ആവുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് എസ്പെഷ്യലി ഇൻ എ കമ്മ്യൂണിക്കേഷൻ. ഈവൺ ഇറ്റ്സ് എൻ ഓർഡർ, ഇറ്റ് മേ ബി എ ഡയറക്ഷൻ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇറ്റ്സ് മേ ബി എൻ ഇൻസ്ട്രക്ഷൻ. അറ്റ് ദി സെയിം ടൈം ദ ലാംഗ്വേജ് ഷുഡ് ബി പ്രോപ്പർലി യൂസ്ഡ്, അല്ലേ? വെൻ വി ആർ യൂസിങ് പ്ലീസ് എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഷുഡ് ബി വെരി കെയർഫുള്ളി യൂസ്ഡ്, അല്ലേ? അത് നമ്മൾ കെയർഫുള്ളി യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റോങ് മീനിങ് ആയിരിക്കും അത് ആരിലേക്ക് എത്തിക്കുന്നത്, റിസീവറിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? സോ അത് ഹർട്ട് ചെയ്യാൻ പാടില്ല. അറ്റ് ദി സെയിം ടൈം നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ പാടില്ല. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സെൻഡർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ക്ലിയർ മീനിങ്ങിൽ അത് മറ്റേ ആൾക്ക് അത് എന്ത് ചെയ്യാൻ സാധിച്ചിരിക്കണം, മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. ഇൻ ദ സെയിം സെൻസ് ആസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദ സെൻഡർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോളജ് ഓഫ് ഡിഫറെൻറ്റ് cultures, especially in multinational companies, when the formal communications are transmitted to world level people or world level organizations, then it's very necessary that the sender should understand the languages and should understand the cultures of different countries, especially when we are adding some symbols or some sort of posters. If it is an oral communication, if we are using certain kinds of words or expressions or gestures,
it may be misunderstood by the receiver. അത് ചിലപ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം അല്ലേ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നമസ്തേ എന്ന് പറയുന്നൊരു സംഭവം, നമസ്കാരം നമസ്തേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു പരിഭാവനമായിട്ടുള്ളൊരു അർത്ഥത്തിലല്ല പുറമേയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അതിനെ കാണുക അല്ലേ. സോ ആ ഒരു കൾച്ചറൽ മീനിങ്, കൾച്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ റിസീവറുടെ ഭാഷയിൽ റിസീവറെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരിക്കണം. അല്ലാതെ നമ്മുടെ ഭാഷയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ, ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കില്ല, അതൊരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. സോ that's about the use of language and different cultures. And the next one is multiple channels we can use. Multiple channels. At the same time, we can depend on television, we can depend on radio, we can depend on printed newsletters, newspapers, magazines and all these things. And at the same time, we can also make use of internet or email and social media, so that നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. സോ that's about multiple channels. And at the same time, self-awareness is an important thing. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രമേ വേറൊരാൾക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് പകുതി മാത്രമേ നോളജ് ഉള്ളൂ. നമ്മൾ ആ പകുതി നോളജ് വേറൊരാളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വീണ്ടും പകുതിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ഉണ്ടാവരുത്. നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കണം. കെയർഫുൾ ലിസണിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. കെയർഫുൾ ലിസണിങ് ആസ് ഫാർ ആസ് പോസിബിൾ ദ റിസീവർ ഈസ് കൺസേൺഡ്, he should listen to the communication, especially if it is an oral communication, should be clearly listened. ആ ലിസണിങ് കപ്പാസിറ്റി ആണ് പലർക്കും ഇല്ലാത്തത്, ആ അറ്റൻറ്റീവ് ആയിട്ടിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി. സോ അതുണ്ടായിരിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബോഡി ലാംഗ്വേജ് ഷുഡ് ബി പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ആ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് യൂസ് ചെയ്യാനും അത് മാത്രമല്ല, അത് റിസീവ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വ്യക്തി ആ ലാംഗ്വേജിനെ മനസ്സിലാക്കാനും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഉള്ള കഴിവും എക്സ്പീരിയൻസും അയാൾക്കും ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഫീഡ്ബാക്ക് ഈസ് ഓൾസോ വെരി നെസസറി ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഓർ ഇഫ് ദ റിസീവർ ഹാസ് എനി ഡൗട്ട്, ഹി ഷുഡ് ആസ്ക് ദ മാറ്റർ ടു ദി സെൻറ്റർ അല്ലേ. സെൻറ്ററിനോട് അത് ചോദിച്ചാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എന്താക്കാനായിട്ട് സാധിക്കുള്ളൂ, നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. സോ these are the important steps for overcoming the barriers. Usually these two questions, that is what are the important barriers of communication and how we can overcome the barriers of communication, അത് ഒരുമിച്ചിട്ടാണ് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എസ്സേ ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ we have completed the topic കമ്മ്യൂണിക്കേഷൻ ഇസ് ആൻ ഈസി ടോപ്പിക്. നമ്മൾ പറഞ്ഞു എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കാര്യങ്ങളും അല്ലേ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ എലമെൻസും അതോടൊപ്പം തന്നെ അതിൻ്റെ ബാരിയേഴ്സും ഓവർകമ്മിങ് ബാരിയേഴ്സുമാണ് നമ്മൾ കണ്ടത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു another important function of management, and that is controlling. And what do you mean by controlling? And you know that controlling is a part of direction. The main function performed by manager is direction, and controlling is a part of direction. And under direction there are some sub functions, and one of it is controlling. And what is controlling? How we can control? എന്താണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് കൺട്രോളിംഗ് ആവശ്യകരമായിട്ടുള്ളതൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ? കൺട്രോളിംഗ്, യു നോ, ഇറ്റ് ഈസ് മോണിറ്ററിങ് അവർ പെർഫോമൻസ്. Monitoring the performance in an organizational environment.
ആരെയാണ് കൺട്രോൾ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരെയാണ് കൺട്രോൾ ചെയ്യുക? കൺട്രോൾ ചെയ്യുന്നത് എംപ്ലോയീസിനെ മാനേജ്മെൻ്റാണ് സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? എംപ്ലോയീസിനെ മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്? ബിക്കോസ് മാനേജ്മെൻറ്റ് ഹാവ് എ ക്ലിയർ വിഷൻ to obtain or to secure and to acquire certain kinds of objectives within a stipulated time period. And all these objectives should be attained so that the employees' performances should be controlled. Then only they can achieve the predetermined tasks and goals. അല്ല, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഉദ്ദേശം സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസിനെ എന്ത് ചെയ്തേ മതിയാവൂ? കൺട്രോൾ ചെയ്തേ മതിയാവൂ അല്ലേ? ആൻഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക? നിങ്ങളുടെ സ്റ്റഡീസ് സാധാരണയായിട്ട് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് മോണിറ്ററിങ്, സെൽഫ് അനാലിസിസ്, സെൽഫ് ഇവാലുവേഷൻസ്. നമ്മൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യലാണ്. നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യലാണ്. എവിടെയാണ് ഞാൻ നിൽക്കുന്നത് ആൻഡ് എന്തൊക്കെയാണ് എന്നിലുള്ളത് അല്ലേ? എനിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ മറ്റൊരാളുടെ ക്വാളിറ്റീസ് നോക്കാൻ പോയാൽ മതി അല്ലേ? അപ്പോൾ ആ ഒരു സെൽഫ് കൺട്രോള്, സെൽഫ് മോണിറ്ററിങ് ഒക്കെ ഉള്ള ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠിക്കണം, പരീക്ഷ പാസ്സാവണം, നല്ല മാർക്ക് വാങ്ങിക്കണം, ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു ജോബിൽ എത്തണം അല്ലേ? നല്ലൊരു ജോബ് കിട്ടണം എന്നൊക്കെയുള്ളൊരു ആ ഒരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അധികം കൺട്രോൾ ചെയ്യേണ്ടി വരില്ല. അതല്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റീവോ, നിങ്ങൾക്ക് അങ്ങനെയായിട്ടുള്ള സെൽഫായിട്ടുള്ളൊരു മോണിറ്ററിങ്ങോ സെൽഫായിട്ടുള്ളൊരു ഇവാലുവേഷനോ ഒന്നുമില്ല എന്നുണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ എന്ത് ചെയ്യേണ്ടി വരിക? കൺട്രോൾ ചെയ്യേണ്ടി വരിക അല്ലേ? ഇനി ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വളരെ അപൂർവം ആൾക്കാരിൽ മാത്രമേ ആ ഒരു സെൽഫ് അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് മോണിറ്ററിങ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കുള്ളൂ അല്ലേ? മിക്കവാറും നമ്മളൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണ്? മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ തന്നെ കാര്യം അന്വേഷിക്കാനായിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറില്ല? മുതിരാറില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ കാര്യം, അതുപോലെ നിങ്ങൾ പഠിക്കാതെയൊക്കെ വരുമ്പോഴാണ് ടീച്ചേഴ്സിന് പറയേണ്ടി വരിക, അല്ലെങ്കിൽ പാരൻസിന് പറയേണ്ടി വരിക, പഠിക്കൂ എന്ന് പറഞ്ഞു ഉപദേശിക്കേണ്ടി വരിക. അതല്ല, നിങ്ങൾ സ്വയം പഠിക്കാനുള്ളത് കണ്ടെത്തുകയാണെങ്കിൽ അവിടെ പിന്നെ വേറെ കൺട്രോളിങ്ങിൻ്റെ ആവശ്യകത അവിടെ വരുന്നില്ല. സെൽഫ് കൺട്രോളിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അല്ലേ? കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ വാക്കിൽ തന്നെയുണ്ട് എന്തോ ഒരു നെഗറ്റീവ് ഇത് അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നതിനേക്കാളും മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? സെൽഫ് കൺട്രോൾഡ് ആവാൻ അല്ലെങ്കിൽ സെൽഫ് മോണിറ്റേർഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേസമയം ഓർഗനൈസേഷൻ്റെ ഒരു സെറ്റപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് എംപ്ലോയീസിനെ എന്ത് ചെയ്യേണ്ടി വരും? കൺട്രോൾ ചെയ്യേണ്ടി വരും. അതായത് അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതായത് നമുക്ക് മാനേജ്മെൻറ്റിന് എപ്പോഴും വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, ഏത് ഒബ്ജക്റ്റീവ്സാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലേക്കൊന്ന് കൊണ്ടെത്തിക്കണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനെ കൊണ്ടേ അത് നടക്കുള്ളൂ അല്ലേ? മാനേജ്മെൻറ്റിന് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണം? എംപ്ലോയീസിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവർ ചിന്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് എന്തിൻ്റെ ആവശ്യം വരുന്നത്? നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അവർ ചിന്തിക്കണത്, നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പ്രശ്നമില്ല. അതേസമയം നമുക്കറിയാം എംപ്ലോയീസ് എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, പല ക്വാളിറ്റീസുള്ള, പല ലെവൽ ഓഫ് സ്കിൽസുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മളൊന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചില കൺട്രോളിങ് ടെക്നീക്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കൺട്രോളിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഒരു ഫംഗ്ഷനാണ് കൺട്രോളിങ്. ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി കൂടിയിട്ടാണ് എന്തെന്ന് പറയുന്നത്? കൺട്രോളിങ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ചിട്ട്
എന്ത് പഠിക്കാം? ഒരു ചെറിയൊരു ഡെഫിനേഷൻ പഠിക്കാം അല്ലേ? ഏത് പുതിയൊരു ഫംഗ്ഷനും ഏത് പുതിയ കാര്യവും നമ്മൾ പഠിക്കുമ്പോൾ ഒരു ചെറിയ ഡെഫിനേഷൻ പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പിന് പഠിച്ചിരുന്നു ഇല്ലേ? കമ്മ്യൂണിക്കേഷന് പഠിച്ചു ഡെഫിനിഷൻ. ഇനിതാ കൺട്രോളിങ്ങിൽ നമ്മൾ എന്ത് പഠിക്കാൻ പോവാണ്? ഡെഫിനിഷൻ പഠിക്കാൻ പോവാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ അവിടെ 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാ വലുത് ഏതാ ചെറുത്? എനിക്ക് ആ ചെറിയ ഡെഫിനിഷനാണ് ഇഷ്ടമായത്. നിങ്ങൾ നോക്കൂ ഏതാണ് ഡെഫിനിഷൻ. ചെറിയ ഡെഫിനിഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ ടെറി ആൻഡ് ഫ്രാങ്ക്ലിൻ. ടെറിയും ഫ്രാങ്ക്ലിനും 2 ഓതേഴ്സാണ്. 2 ഓതേഴ്സും കൂടി തന്ന ഡെഫിനേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. കൺട്രോളിങ് ഈസ് ഡിറ്റർമിനിങ് വാട്ട് ഈസ് ബീയിങ് അക്കംപ്ലിഷ്ഡ്, ദാറ്റ് ഈസ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ആൻഡ് ഇഫ് നെസസറി applying corrective measures so that performance takes place according to plans. So that is the definition given by Terry and Franklin. എന്താ പറഞ്ഞിരിക്കുന്നത്? കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് വാട്ട് ഈസ് ബീയിങ് അക്കംപ്ലിഷ്ഡ്. വാട്ട് യു മീൻ ബൈ അക്കംപ്ലിഷ്മെൻറ്റ്? അക്കംപ്ലിഷ്മെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എത്രത്തോളം നേടിയെടുത്തു, നേട്ടം, അതാണ് അക്കംപ്ലിഷ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നമ്മൾ നേടിയെടുത്തു അല്ലേ? ഇന്നതിൻ്റെതൊക്കെ നേടാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെത്രയാണ് നമ്മൾ നേടിയത്? ഓർ അതിൻ്റെ അർത്ഥം എത്രത്തോളം നേടിയെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഇവാലുവേറ്റ് അവർ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഒരു 80% മാർക്കായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കിട്ടിയത് എത്രയേ ഉള്ളൂ? 60% ഉള്ളൂ. സോ നമ്മുടെ നേട്ടം എന്ന് പറയുന്നത്, നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് 60% ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? എത്തിച്ചേർന്നിട്ടില്ല അല്ലേ? സോ അത് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ എന്തെടുക്കണം? അപ്പോൾ നമ്മുടെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തി ദെൻ വി ഹാവ് ടു അപ്ലൈ സർട്ടൺ കറക്റ്റീവ് മെഷേഴ്സ്. കാരണം നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള ചില മെഷേഴ്സ് അല്ലേ? എന്തുകൊണ്ടാണ് 60%ലേക്ക് എത്തിച്ചേർന്നത് അല്ലേ? നമ്മൾ ആക്ച്വലി ഇതിൽ കൂടുതൽ സമയം നമ്മൾ പഠിക്കണോ, അല്ലെങ്കിൽ കൂടുതൽ ഹോംവർക്കുകൾ നമ്മൾ ചെയ്യണോ, കൂടുതൽ അസൈൻമെൻറ്റ്സ് നമ്മൾ ചെയ്യണോ അല്ലേ? കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കാത്തത് കൊണ്ടാണോ? ഈ വക കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? നോക്കുകയാണ്, വീണ്ടും അനലൈസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഇതിലേക്ക് പോകുന്നു. സോ കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നു ആൻഡ് സോ ദാറ്റ് പെർഫോമൻസ് ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു പ്ലാൻസ്. അങ്ങനെ നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ്, എത്തിച്ചേരും എന്നുള്ളതാണ് ആ ഡെഫിനിഷനിൽ ടെറി ആൻഡ് ഫ്രാങ്ക്ലിൻ 2 ഓതേഴ്സ് എന്തിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കൺട്രോളിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺട്രോളിങ്. What are the objectives? The main objective is to attain our objectives. And the next one is to give an idea to the employees where they are standing now. And what all things they have acquired till this date or till this day. എത്രത്തോളം അവർ അക്വയർ ചെയ്തിട്ടുണ്ടെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലേ? ആൻഡ് in order to controlling is also done to compare the actuals with the standards are always necessary to compare അല്ലേ? നമ്മൾ നേരത്തെ 80% മാർക്ക് വേണം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് 60% ഉള്ളൂ. അതാണ് നമ്മുടെ ആക്ച്വൽ. സോ ആ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രോളിങ് പ്രോസസ്സ് അവിടെ എന്ത് ചെയ്തിരിക്കണം? നടത്തിയിരിക്കണം. ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ഓൺലി ഇഫ് ദർ ഈസ് എ കൺട്രോളിങ് പ്രോസസ്സ്. ആ ഒരു കൺട്രോളിങ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എവിടേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, എന്തൊക്കെ മെഷേഴ്സാണ് നമുക്ക് എടുക്കേണ്ടത്, ഇവയൊക്കെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ബോധ്യം നമുക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ്. സോ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഗ്രസ് ഓഫ് വർക്കിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ, ടു നോ ദി ആക്ച്വൽ വർക്ക് പെർഫോംഡ്, ആക്ച്വൽ വർക്ക് എത്രത്തോളം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ, to ensure that it is in conformity with the predetermined standards ആയിട്ട് കൺഫേം ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ, to coordinate different activities and efforts, different activities-ഉം efforts-ഉം coordinate ചെയ്യാൻ, to take corrective action if needed to achieve the desired result with minimum time, effort and expense. മിനിമം ടൈമും മിനിമം എഫേർട്ടും മിനിമം എക്സ്പെൻസും എടുത്തുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. To
ഇൻക്രീസ് ദ എഫിഷ്യൻസി ബൈ അവോയ്ഡിങ് വേസ്റ്റ്ഫുൾ ആക്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺട്രോളിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് controlling. Like any process, this controlling has also certain characteristics. It's a continuous process, it's a pervasive process, and it's a goal oriented process. അല്ലേ, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പെർവേസീവ് ആക്ഷൻ. വട്ട് യു മീൻ ബൈ ദ വേർഡ് പെർവേസീവ്? Pervasive means it affects almost all departments and almost all persons in the organization, from the topmost position to the lowermost position. Every persons may be affected by the process of controlling, and it's a dynamic process. Controlling is a dynamic process. Anytime we can change the technique of controlling. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മാറ്റാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ്. എപ്പോഴും നമ്മൾ കൺട്രോളിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഫോർവേഡ് ലുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നോക്കുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഫോർകാസ്റ്റിംഗ് നടത്തുന്ന എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ആക്ഷൻ ഓറിയൻറ്റഡ് ആക്ഷൻസ്, എന്തൊക്കെ നമ്മൾ പുതിയതായിട്ട് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കൺട്രോളിങ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിവ്യൂ ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ്. പാസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്? ഈ ഒരു കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോളിങ്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു സീ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് കൺട്രോൾ സിസ്റ്റം. നല്ലൊരു കൺട്രോൾ സിസ്റ്റത്തിന് വേണ്ട എസെൻഷ്യൽസ് ആണ് നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത്. ദെൻ വി ക്യാൻ സീ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് നൗ വി ക്യാൻ കൺക്ലൂഡ് ദിസ് ക്ലാസ്. നമുക്ക് കൺട്രോളിങ്ങിൻ്റെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കടക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.